ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചിക്കൻ വെച്ചൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയല്ലോ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതെല്ലാം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ആ എണ്ണയിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തത്. സവാളയെക്കാട്ടി ചെറിയ ഉള്ളിയായിരുന്നു ടേസ്റ്റ് കൂടുതൽ. 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു അര ടീസ്പൂണോളം ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിനകത്ത് ആ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോസാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമുക്ക് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള എല്ലാ ഫുഡിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കോംബോ ആണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് വഴറ്റി ഒന്ന് വന്നതിന് ശേഷം നമ്മൾ ആ ടൊമാറ്റോ കച്ചപ്പിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഉള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ്റെ പീസുകൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കനും ഈ മസാലകളൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം. പിന്നെ അതല്ല നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടും വേണമെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കിയും എടുക്കാം. കുറച്ച് കറിവേപ്പിലയുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ആ മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വരട്ടെ. അങ്ങനെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.